പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവ് എത്ര നല്ലവരെന്ന് രുചിച്ചറിയാനാണ്. കർത്താവിനെ രുചിക്കും തോറും നമ്മുടെ സന്തോഷം വർദ്ധിക്കും. കർത്താവിനെ നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കേണ്ടവരാണ് ദൈവമക്കൾ. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ക്രിസ്ത്യാനി രൂപരായി തീരുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി തന്നെ പുത്രൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചവനെന്നാണ്. 1 കൊരിന്ത്യർ 1:9. അപ്പോൾ ആ കൂട്ടായ്മയിൽ വസിച്ചുകൊണ്ട് നമ്മൾ പുത്രനെ പോലെ ആയിത്തീരണം. ശിഷ്യന്മാർ കർത്താവിനോടുകൂടെ വസിച്ചതുകൊണ്ട് അവരുടെ സംസാരം കേട്ടവർ പറഞ്ഞു, ഇവരും അവനോട് കൂടെയുള്ളവർ. അവരുടെ സംസാര ഭാഷ അത് വ്യക്തമാക്കുന്നു എന്നാണ് പറഞ്ഞു. അപ്പോൾ കർത്താവിനോടുകൂടെ വസിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കർത്തവ്യം. ഈവൻ കർത്താവിനോട് വസിച്ചാൽ മാത്രം പോരാ, കർത്താവ് നമ്മളിൽ ജീവിക്കണം. അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു യഥാർത്ഥ ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ്. നമുക്ക് നമ്മളെ തന്നെ ശോധന കഴിക്കുമ്പോൾ ഞാനൊരു ആത്മീയനാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെയല്ലെങ്കിൽ നമുക്ക് തന്നെ അത് വെളിപ്പെട്ട് കിട്ടുന്നില്ല എങ്കിൽ ദൈവദൃഷ്ടിയിൽ പിന്നെ എന്തായിരിക്കും? അപ്പോൾ ഒരു ആത്മീയനെക്കുറിച്ച് നമ്മൾ ഇന്നലെയും ചിന്തിക്കുകയുണ്ടായി. അവർ യഥാർത്ഥത്തിൽ സ്വർഗീയമായിരിക്കുന്ന ജ്ഞാനത്തിൽ വളരുന്നവരായിരിക്കും ഓരോ ദിവസവും. അപ്പോൾ നമുക്കത് കാണുവാൻ, അത് നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയണം. അപ്പോൾ ഇതെങ്ങനെ കഴിയും? നമുക്കറിയാം, തിരുവചനമാണ് എല്ലാത്തിനും അടിസ്ഥാനം. തിരുവചനത്തിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ആത്മീയനെക്കുറിച്ചുള്ള ചിന്തയിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഞാൻ അതിന് ആധാരമായിട്ട് ഇന്നിപ്പോൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങളാണ്. യാക്കോബ് 3-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും, കരുണയും സൽഫലവും നിറഞ്ഞതും, പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. വിതച്ചാൽ കൊയ്യാം അല്ലേ? നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അതായിരിക്കും കൊയ്യുന്നത്. നമ്മൾ എത്ര വിതച്ചോ അതിനേക്കാൾ അധികം നമ്മൾ കൊയ്യും. അപ്പോൾ ഇവിടെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ കഴിയും? അത് കർത്താവിനോടുള്ള ബന്ധത്തിൽ മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ വീണ്ടും ജനിച്ച് ആ ആത്മാവിലൂടെ മാത്രമേ നമുക്കത് കഴിയൂ. അല്ലാതെ നമുക്ക് എങ്ങനെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിക്കും? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അത് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതം. ആ ജ്ഞാനമാണ് നമ്മളെ എല്ലാവരിലും തികച്ചും വ്യത്യസ്തരാക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വിശേഷത എന്തായിരുന്നു? അവർക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിച്ചു എന്നുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസഭ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കുള്ള പ്രത്യേകത നമ്മളിൽ ഉയരത്തിലെ ജ്ഞാനം നമുക്കുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മുടെ കർത്താവ് എവിടെ നിന്ന് വന്നവനാ? ഉയരത്തിൽ നിന്നും വന്നവനാ. അതൊരു വലിയ വിശേഷം നിറഞ്ഞ കാര്യമാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഉയരത്തിൽ നിന്നും വരുന്നവർക്ക് മാത്രമേ നൽകാൻ കഴിയൂ. അപ്പോൾ ഉയരത്തിൽ നിന്നും വന്നവനിലൂടെ നമ്മൾക്ക് ഈ അറിവ് പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ, 31 മുതലേ വായിക്കാം. മേലിൽ നിന്നും വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്നും വരുന്നവൻ എല്ലാറ്റിനും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. കണ്ടോ? അപ്പം ഈ ഉയരത്തിൽ നിന്നുള്ള ഈ സ്വർഗീയ ജ്ഞാനം ആർക്കും കേട്ട് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അല്ല, എത്ര ഭയങ്കരമല്ലേ?
അത് നമുക്ക് വിശ്വസിക്കണമെങ്കിൽ, അത് നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അതിന് തക്കതായിരിക്കുന്ന ഒരു വ്യവസ്ഥ നമ്മളിൽ വേണം. അത് നമ്മൾ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ അത് കഴിയുള്ളൂ പ്രിയമുള്ളവരെ. അതാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ ഉപദേശങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് ഉയരത്തിലെ ജ്ഞാനമാണ്, ഇത് ഉയരത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നവയാണ്. ഇത് വളരെ വിശേഷപ്പെട്ടൊരു കാര്യമാണ്. നമുക്കറിയാം, വീണ്ടും ജനനത്തെക്കുറിച്ച് കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞപ്പോൾ ലോക കാര്യങ്ങളിലൂടെ അത് ഗ്രഹിപ്പിക്കുവാനായിട്ട് കർത്താവ് ശ്രമിച്ചപ്പോഴും നിക്കോദെമോസിന് കഴിഞ്ഞില്ല. ഈ ആത്മീയ സത്യങ്ങളെ ലോകപരമായ നിലയിൽ ഒന്ന് ഗ്രഹിപ്പിക്കുവാൻ. നമുക്കതിൻ്റെ തന്നെ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണല്ലോ നിക്കോദെമോസുമായിട്ടുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൻ്റെ യോഹന്നാൻ 3-ാം 12 ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അല്ലാതെ ശരിയല്ലേ? ഭൂമിയിലുള്ളത് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലുള്ളത് എങ്ങനെ വിശ്വസിക്കുന്ന ചിന്തിക്കുക. ഭൂമിയിലുള്ള അനേക കാര്യങ്ങൾ അനേകർക്കും അത് വേണ്ടുവണ്ണം വിശ്വസിക്കാൻ കഴിയുന്നില്ല, അറിവില്ലായ്മയാണ്. അതുകൊണ്ട് ഉയരത്തിൽ നിന്നും നമുക്ക് ഈ ജ്ഞാനം തരുവാൻ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമുക്കറിയാം, കർത്താവ് തുടർമാനമായിട്ട് പറയുന്ന ഒരു കാര്യം, അതേ യോഹന്നാൻ്റെ തന്നെ 8-ാം അധ്യായം അതിൻ്റെ 23-ാം അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. കണ്ടോ എത്ര പ്രത്യേകതയാണ്. അപ്പം ഈ ലോകത്തു നിന്നുള്ളവർക്ക് ഈ സത്യങ്ങളെ, ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കാൻ കഴിയില്ലെന്നാണ് അത് കർത്താവോട് വ്യക്തമാക്കുക. കർത്താവിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രം, അവരാണല്ലോ ദൈവസന്തതി, ദൈവമക്കൾ. അങ്ങനെയുള്ളവർക്ക് അതേ യോഹന്നാൻ അതിൻ്റെ 8-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് പറയുന്നൊരു വാക്യം, അതിൻ്റെ 47-ാം വാക്യം, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. കണ്ടോ? അപ്പോൾ ദൈവസന്തതിയായവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കും. കർത്താവ് പറയുന്ന ഈ കാര്യങ്ങൾ എത്ര സവിശേഷതയുള്ള കാര്യങ്ങൾ അവിടെയുള്ളവരെ. നമുക്ക് ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് അത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് കേൾക്കാൻ പോലും താല്പര്യമുണ്ടോ? ഇന്ന് എത്രയോ പേർക്ക് ക്രിസ്ത്യാനിയാണെന്ന് പറയുന്ന മതസ്ഥരായിരിക്കുന്ന അനേകർക്കും ദൈവവചനം കേൾക്കാൻ പോലും താല്പര്യമില്ല. കാരണം എന്താ? അവർ ലോകക്കാരാണ്. അവർക്ക് കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥമായും വീണ്ടും ജനിക്കുവാനോ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കാനോ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് താല്പര്യം കാണിക്കില്ല. എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തീയ മതക്കാരനോട്, പേരും കാര്യമൊന്നും വെളിപ്പെടുത്തുന്നില്ല, ഞാൻ ഈ സുവിശേഷം പറയുമ്പോൾ പുള്ളി ഉടനെ പൊട്ടിത്തെറിക്കും. എനിക്കതൊന്നും കേൾക്കണ്ട, ഇഷ്ടമില്ല. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താ പഠിക്കാൻ കഴിയുന്നത്? അത് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ യോഹന്നാൻ ആ കാര്യം വളരെ വ്യക്തമായും പറയുന്നുണ്ട്. 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യം. അവിടെ അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നും നമ്മൾ കേൾക്കണേ, ദൈവത്തിൽ അല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. കണ്ടോ? അപ്പം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരെ നമ്മൾ നിർബന്ധിച്ച് കേൾപ്പിക്കണമെന്നൊന്നും ദൈവവചനം പറയുന്നില്ല. അവർക്ക് കേൾക്കുന്നില്ല, കാരണം അവർ ദൈവസന്തതി അല്ല, ദൈവമക്കളല്ല എന്നുള്ളതാണ്. ചിന്തിക്കുക, എത്ര ഗഹനമായൊരു കാര്യമാണ് ദൈവമക്കളെ. നമ്മൾ
ദൈവത്തിൽ നിന്നും നമുക്ക് ഈ യഥാർത്ഥമായിരിക്കുന്ന ഈ ജ്ഞാനം നമ്മൾ പ്രാപിക്കണം. ഈ അറിവ് നമുക്ക് ഉണ്ടാകണം. ഇത് ഭൗതികമല്ല, ഭൗമികമല്ല. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ താൻ തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തെക്കുറിച്ച് പിതാവിനോട് പറയുമ്പോൾ അതിൻ്റെ മധ്യസ്ഥ യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ അവിടെ പറയുന്ന വാക്യം 17-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചു. അപ്പം കർത്താവിൻ്റെ വചനം ആരാ കൈക്കൊള്ളുന്നേ? വീട്ടിൽ ജനിച്ചവർ, അല്ലെങ്കിൽ കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവർ. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 17-ാം വാക്യം 16-ാം വാക്യം, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ഉണ്ടോ? അവരും ലൗകികന്മാരല്ല. അപ്പോൾ ലൗകികന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം കൈക്കൊള്ളുക എന്നുള്ളത് അവന് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം അറിയിക്കുന്നത് അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുന്നത് അത് നമ്മുടെ മാനുഷിക ബുദ്ധിയിലല്ല. അതിനെക്കുറിച്ച് പത്രോസ് തൻ്റെ ലേഖനത്തിൽ, പത്രോസിൻ്റെ ഒന്നാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, സ്വർഗത്തിൽ നിന്നും അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ. അപ്പോൾ സ്വർഗത്തിൽ നിന്നും അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ. അതായത് വിഷയം. പരിശുദ്ധാത്മാവിനാലാണ് സുവിശേഷം അറിയിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചനം അറിയിക്കുന്നത്. അങ്ങനെ ആ വചനം കൈക്കൊള്ളുക എന്നുള്ളതും ദൈവാത്മാവുള്ളവർക്ക് മാത്രമേ കഴിയൂ. അവർക്ക് മാത്രമേ അത് ഗ്രഹിക്കാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ വിഷയമെന്നുള്ളത് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ഈ ജ്ഞാനം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായിത്തീരും. അതുകൊണ്ടല്ലേ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, അപ്പോസ്തലപ്രവൃത്തി 1:8, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദിയായാലും ശമരിയായാലും ലോകത്തെമ്പാടും എൻ്റെ സാക്ഷിയാകുന്ന. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് യഥാർത്ഥമായിരിക്കുന്ന ആത്മീയ ജീവിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വീണ്ടും ജനിച്ചെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പഴയ അതേ ശരീരത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ ആത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവമായിരിക്കില്ല. ചിലർ പറയുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം പിന്നീട് ഒരു പാവവും ചെയ്തിട്ടില്ലെന്നാണ്. അതൊക്കെ കൊടും വഞ്ചനയാണ്. നമ്മൾ ഈ ജഡത്തിലായിരിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് നിശ്ചയമായും അനേക തെറ്റുകൾ നമ്മളിൽ വരും. നമുക്കൊരിക്കലും തെറ്റുകൂടാത്ത ഒരു ജീവിതം, തെറ്റ് ചെയ്യാൻ പാടില്ല, പാപം ചെയ്യുന്നില്ല എന്നാണ്, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നാണ് ആ വാക്യം യഥാർത്ഥത്തിൽ. എന്നാൽ നമ്മൾ ഈ ജഡത്തിലാകുമ്പോൾ നമ്മളിൽ തെറ്റുകൾ വരും, കുറവുകൾ ഉണ്ടാകും. ഉടനെ തന്നെ അത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോധ്യത്തരികയും നമ്മളത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ഞാൻ പറയുന്നതിന് സാരം, നമുക്ക് ഈ സ്വർഗീയ ജ്ഞാനത്തിൻ്റെ അഭാവം വാസ്തവത്തിൽ നമ്മുടെ കുറവുകളെ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു അനുഭവത്തിലേക്ക് നമ്മളെ തള്ളിവിടും. നമുക്കറിയാം, പൗലോസ്ലീഹ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്ലീഹ സ്വർഗത്തിൽ കേട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രത്യേക കാര്യം നമ്മൾ 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലുണ്ട്. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കണേ, അപ്പോൾ ആ സ്വർഗത്തിലെ കാര്യങ്ങൾ അവിടെ മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും
പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ. അതാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ അതിനുള്ള ലിപിയില്ല. അങ്ങനൊരു കാര്യം നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഗ്രഹിപ്പിക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ ചിന്തിക്കുക, കർത്താവ് പോലും എത്രമാത്രം പ്രയാസപ്പെട്ടായിരിക്കും. അല്ല, കർത്താവിന് പ്രയാസമില്ല, താൻ ദൈവമാണ്. നമ്മളത് മനസ്സിലാക്കണം. ഈ കർത്താവിനെ കുറിച്ച് പോലുമുള്ള ശരിയായ അറിവ് നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തരുന്നില്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് പോലും നമുക്കൊരു ശരിയായ അറിവുണ്ടായില്ല. അപ്പം അതുകൊണ്ട് ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആത്മാവിൻ്റെ തന്നെ ഈ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ എന്തുണ്ട്? നമ്മൾ കൊളോസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം, കൊളോസ്യ 2-ന്റെ 3-ാം വാക്യം, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും, നോക്കണം, നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ആ ജ്ഞാനമാണ് നമ്മളിലേക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ രക്ഷിക്കപ്പെടുന്ന നമ്മളെ പിതാവ് പുത്രനിലാക്കി വയ്ക്കുന്നു. ആ പുത്രൻ നമുക്ക് എന്തെല്ലാം ആയിത്തീർന്നെന്നാണ് പറയുന്നത്. നമ്മൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാം വാക്യം, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും. കണ്ടോ? അപ്പോൾ ക്രിസ്തുവാണ് നമ്മുടെ ജ്ഞാനം. അവനിലാണ് യഥാർത്ഥമായിരിക്കുന്ന ആ ജ്ഞാനം. അപ്പോൾ ക്രിസ്തു നമുക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന നീതി ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ നീതിയാണ്. കാരണം അവൻ മാത്രമേ നീതിമാനായിട്ടുള്ളൂ. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധി ക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ്. അപ്പോൾ നമ്മളൊരിക്കലും നമ്മൾ നീതിമാന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയാൽ അവിടെ ആരും കൈക്കൊള്ളുകയില്ല. ക്രിസ്തുവിനെ കൂടാതെ സ്വർഗം നമ്മളെ കൈക്കൊള്ളുകയില്ല. ഈ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പം ആ ഉയരത്തിലെ ജ്ഞാനം, ആ ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്. അതാണ് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ ആദ്യമേ വായിച്ചത്. യാക്കോബ് പറയുന്നത് എന്തുവാണ്? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവുമില്ലാത്തതുമാകുന്നു. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ക്രിസ്തുവിൻ്റെ തന്നെ ഗുണങ്ങളാണ്, അല്ലെങ്കിൽ ദൈവിക ഗുണങ്ങളാണ്, ദൈവനാമത്തിൻ്റെ മഹത്വങ്ങളാണ്, സവിശേഷതകളാണ്. എത്ര വലിയ കാര്യമാണ്! ഒരു വിധത്തിൽ പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലമാണെന്നൂടെ പറയാം, അല്ലേ? അതേ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഈ ഗുണങ്ങൾ, ഈ ഉയരത്തിലുള്ള ജ്ഞാനം നമ്മൾ പ്രാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായി ജീവിക്കാൻ കഴിയൂ. ഇതിൽ നമുക്ക് എത്രമാത്രം ഈ ജ്ഞാനത്തിൽ വളരുവാൻ കഴിയുന്നുണ്ട്, അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ഓരോ ദിവസവും നമ്മൾ ക്രിസ്തുവിനെ നേടണം. ക്രിസ്തുവിനെ നേടുക എന്ന് പറയുമ്പോൾ ഉയരത്തിലെ ജ്ഞാനം നേടുകയാണ്. ഈ ജ്ഞാനം, ഉയരത്തിലെ ഈ ജ്ഞാനം, അത് പ്രാപിക്കും തോറും നമ്മളിൽ ക്രിസ്തു വെളിപ്പെടുകയാണ്. ക്രിസ്തുവിനെ യഥാർത്ഥമായും നമ്മൾക്കറിയാം. കൊളോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. കൊളോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അപ്പോൾ ഏത് നിലയിൽ ക്രിസ്തു ഈ ലോകത്തിൽ ദൈവത്തെ പ്രതിബിംബിക്കുന്നവനായി തീർന്നോ, ദൈവത്തെ വെളിപ്പെടുത്തുന്നവനായി തീർന്നോ, ഇതുപോലെ ഈ ലോകത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് തൻ്റെ സഭയെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം എല്ലാ ദൈവമക്കളെയും ഭരിക്കണം. എന്നെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയണം. ക്രിസ്തുവിൻ്റെ ആ കർത്താവ് തന്നെ പറഞ്ഞില്ലേ, പിതാവിൻ്റെ നാമത്തെ ഞാൻ അവർക്ക് വെളിപ്പെടുത്തി, അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞത്.
നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഉണ്ടോ? എത്ര വലിയ കാര്യ! ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും നിങ്ങളോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം. എന്താ ഈ നാമം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? പിതാവിൻ്റെ ആ സ്വഭാവം. എന്താ പിതാവിൻ്റെ സ്വഭാവം? പിതാവ് തൻ്റെ നാമത്തെ മോശയ്ക്ക് വെളിപ്പെടുത്തിയത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയാൽ നമുക്കത് ലളിതമായി മനസ്സിലാവും. ഞാനത് ഒരുപാട് വിശദീകരിക്കാൻ പോയാൽ ഇത് ഒരുപാട് നീണ്ടുപോകും. നമ്മൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ 34-ാം അധ്യായം അതിൻ്റെ 34-ന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. കർത്താവായ യേശുവേ, അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. ശ്രദ്ധിക്കണേ. അപ്പം യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. അപ്പോൾ മോശയുടെ അടുക്കൽ നിന്ന് ദൈവം തൻ്റെ നാമത്തെ ഘോഷിച്ചു. എന്താണ് ആ നാമം? ആ നാമത്തിൻ്റെ സവിശേഷത? യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ സവിശേഷത അവൻ്റെ സ്വഭാവ ഗുണങ്ങളാണ്. അപ്പോൾ കർത്താവിനതിലേ വിളങ്ങിയത്. കർത്താവ് പിതാവിനെ വെളിപ്പെടുത്തിയത് തൻ്റെ ജീവിതത്തിലൂടെയല്ലേ. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ ആരാണ് പിതാവിനെ വെളിപ്പെടുത്തിയത്? നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്യം 1 യോഹന്നാൻ 1:18 അവിടെ വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ? ഈ ദൈവം എന്നുള്ളത് ചെറിയ വിഷയമാണോ പ്രിയമുള്ളവരെ? നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം 36-ന്റെ 26-ൽ ഇയ്യോബ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം ഞാൻ വായിക്കാം. നമുക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം ദൈവം അത്യുന്നതനാകുന്നു. കണ്ടോ? നമുക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം ദൈവം അത്യുന്നതനാകുന്നു. അത്യുന്നതൻ, വളരെ ഉന്നതത്തിൽ വസിക്കുന്ന അത്യുന്നതൻ. നമ്മൾ ചിന്തിക്കണം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തിയത്. അപ്പം നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ദൈവത്വം. ക്രിസ്തു പൂർണ്ണ ദൈവമാണ്, ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്, ക്രിസ്തു ഏകരക്ഷകനാണ്, അല്ലാത്തൊരു രക്ഷകനില്ല. അപ്പോൾ ഈ വലിയൊരു സത്യങ്ങളെയൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും അതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിയുകയും ചെയ്യണം. ഇതാ വലിയ ശ്രേഷ്ഠമായ കാര്യം. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മളെ എന്താക്കി മാറ്റുന്നു? നമ്മളെ ക്രിസ്താനുരൂപരാക്കി മാറ്റുന്നു. അപ്പം ഈ ലോകത്തിൻ്റെതായ വിഷയങ്ങളിൽ നിന്നെല്ലാം നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ആദ്യം വായിച്ച യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് ഒരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ യാക്കോബ് 3:13 നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. കണ്ടോ? അപ്പോൾ നമ്മുടെ കർത്താവ് തുടർമാനമായി പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ താഴ്മയും സൗമ്യതയുള്ളവൻ. അപ്പോൾ കർത്താവിന് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിയിലും
ഈ ജീവിതമാണ് കാണേണ്ടത്. എന്താണ്? നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ എത്രമാത്രം കർത്താവിൻ്റെ വരവിനോട് അടുത്തിരിക്കുക. അപ്പോൾ നമ്മളിൽ കാണപ്പെടേണ്ട ഏറ്റവും വലിയ ആ സവിശേഷത എന്താണ്? സൗമ്യത. സൗമ്യത ഇന്ന് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വിലപ്പെട്ട സമ്പത്ത സൗമ്യത. നമ്മൾ ഫിലിപ്പ് ലേഖനത്തിൽ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ, നമ്മൾ സ്വർഗീയ ജ്ഞാനത്തിൽ വളരുകയാണെങ്കിൽ, നമ്മൾ ഈ ആത്മാവിൽ നമുക്ക് ഉന്നതി ലഭിക്കുന്നുണ്ടെങ്കിൽ, ഈ ആത്മാവിൻ്റെ സവിശേഷതയെക്കുറിച്ച് യെശയ്യാ പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, യെശയ്യാ പ്രവചനം 11-ന്റെ 2-ാം വാക്യം, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ് തന്നെ. കണ്ടോ? അപ്പോൾ നമ്മളിൽ വസിക്കുന്ന ആ ആത്മാവിൻ്റെ 7 ഗുണങ്ങളെക്കുറിച്ച് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ഞാൻ ചിന്തിക്കുക, ദൈവവചനം എത്ര ശ്രേഷ്ഠമാണ് പ്രിയമുള്ളവരെ. അപ്പം നമ്മൾ ഈ ആത്മാവിൽ നമ്മൾ നടക്കുന്നെങ്കിൽ ആത്മാവിൻ്റെ ഫലം നമുക്ക് ഉളവാകും. ആത്മാവിൻ്റെ ഫലം എന്തുവാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. എന്നാൽ നമ്മൾ ആത്മാവിലല്ലെങ്കിലോ വേറൊരു ജ്ഞാനം, ആ ജ്ഞാനം നമ്മളുടെ ആത്മീയ ജീവിതത്തെ തകിടം മറിക്കും. അത് അവിടെ തന്നെ യാക്കോബ് പറയുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ശരിക്കും ദൈവിക ജ്ഞാനത്തിലല്ലെങ്കിൽ നമ്മളിൽ വെളിപ്പെടുത്തുന്നത് മറ്റൊരു ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൻ്റെ വലിയ ദോഷവശങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ യാക്കോബ് തന്നെ 3:14 മുതൽ 16 വരെയുള്ള വാക്യം ഞാൻ വായിക്കും. അവിടെ വായിക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യവും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യവും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. കണ്ടോ? നമ്മൾ ചിന്തിക്കണം ദൈവമക്കളെ. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിന് തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമാണ് ഈ ഭൗതിക ജ്ഞാനികളിലുണ്ടാകുന്നത്. ഇന്ന് അനേർക്കും ഈ വേദപുസ്തകം പോലും അവരുടെ ബുദ്ധിയിലൂടെ അവർ ഭൗതിക ജ്ഞാനത്തിൽ അവർ പലരും പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഒരിക്കലും മറ്റുള്ളവരോട് സമാധാനമായിരിക്കാൻ കഴിയുന്നില്ല. ചില ഭവനങ്ങളിലൊക്കെ അമ്മയും മക്കളും തമ്മിൽ പോലും സമാധാനമില്ല. കാരണം എന്താ? അവിടെ ഈ ഉയരത്തിലെ ജ്ഞാനമില്ല. അവർക്ക് കയ്പും ഈർഷ്യയും വിദ്വേഷവും പകയും പിടക്കവും ഒക്കെയാണ്. അങ്ങനെയുള്ളിടത്ത് എങ്ങനെ ദൈവത്തിന് വസിക്കാൻ കഴിയും? അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല പ്രിയമുള്ളവരെ, ദൈവാത്മാവിൻ്റേതായ ഒരു പ്രകടനമല്ല. അപ്പം നമ്മൾ ചിന്തിക്കണം. ചിലർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തേനിട്ടിട്ട് വീഴുന്നവർ തോന്നും. പക്ഷേ അവർ ആത്മാവിലല്ലാതെ സംസാരിക്കുന്നത്. അതൊരു കപടതയുടെ ആത്മാവാണ്, വഞ്ചനയുടെ ആത്മാവ്. നമ്മൾ പലതര വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത്. ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണെന്ന് അവരിൽ നിന്നും വരുന്ന ഫലത്തിലൂടെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ചില ഭവനങ്ങളിൽ വിവാഹം കഴിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മക്കൾക്ക് 2 മാസം പോലും വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, അടിച്ചിറക്കും, സമാധാനമില്ല. നമ്മൾ ചിന്തിക്കണം, അത് നമ്മളെ ഭരിക്കുന്ന ഏത് ആത്മാവാണെന്നും നമ്മളിലുള്ള ഏത് ജ്ഞാനമാണെന്നോ എന്നുള്ളതിന് തെളിവാണ്. നമ്മൾക്കറിയാം, കർത്താവ് പറഞ്ഞില്ലേ മത്തായി 5:9, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈ ഉയരത്തിലെ ജ്ഞാനമാണെങ്കിൽ അവിടെ എപ്പോഴും സമാധാനം ഉണ്ടാവും. ദൈവത്തിൻ്റെ ആത്മാവിലാണെങ്കിൽ
ആത്മാവിൻ്റെ ഫലമാണ് സമാധാനം. എന്നാൽ അതല്ലെങ്കിലോ അവിടെ സമാധാനമില്ല, അവിടെ വഴക്കാണ്, അവിടെ ബഹളമാണ്. എന്നോടൊരിക്കൽ ഒരു വിശ്വാസി എന്ന് പറയാൻ പറ്റില്ല, ഒരു വിശ്വാസിനിയായ ഒരു മാതാവ് പറയാണ്, എൻ്റെ മകനും വിശ്വാസിയാണ്, എൻ്റെ മകനെ ഗുണ്ടകളെ വരുത്തി ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. നോക്കുക, അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഏത് ആത്മാവിന് അതിനില്ല. അവരെന്താ വിളിക്കുക? പ്രിയമുള്ളവരെ, നമ്മൾ ഉയരത്തിലുള്ള ജ്ഞാനം പ്രാപിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ തികച്ചും വ്യത്യസ്തരായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നും ഈ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ ജഡത്തെ അനുസരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തി ജഡത്തെ അനുസരിക്കാനായിട്ട് വ്യവസ്ഥയില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുക. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 12 മുതൽ ഉള്ള വാക്യം ഞാൻ വായിക്കാം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. വീണ്ടും ജനിച്ചവർ ഇനി ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടവരല്ല. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതാ അതിൻ്റെ വ്യവസ്ഥ. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ഓരോ ദിവസവും നമ്മൾ അഭ്യസിക്കണം. അതിനായി ഉയരത്തിലെ ജ്ഞാനം. അപ്പം അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് തന്നെ ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവ് നമുക്ക് അതിനുള്ള ആ കാര്യങ്ങൾ ഉപദേശിച്ച് തരും. എന്നാൽ നമ്മൾ ജഡത്തിലേക്ക് തിരിഞ്ഞ് ജഡീയമായി ചിന്തിക്കുമ്പോൾ അതേ റോമാലേഖനത്തിൽ തന്നെ അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. കണ്ടോ? അപ്പം എവിടെയെങ്കിലും മോഹം കൊണ്ടുവന്ന് നമ്മളെ പാപം ചെയ്യിച്ച് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനാണ് ശത്രു ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ വളരെ ശക്തമായ ഒരു ആലോചന 1 പത്രോസ് 2-ാം അധ്യായം 11-ാം വാക്യത്തിലുണ്ട്. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകരണം. നാം ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായി യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായി ഒരു ആത്മീയനായി ജീവിക്കണമെങ്കിൽ നമ്മൾ ജഡമോഹങ്ങളെ വിട്ടകരണം. ഓരോ ദിവസവും നമ്മൾ ആത്മാവിന് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കണം, സമർപ്പിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ആത്മാവിൽ നിറയണം. എഫേസ്യർ 5:12 വായിക്കുന്നുണ്ട്, അതൊരു കൽപ്പനയാണ്. നമ്മൾ ആത്മാവിൽ നിറയണം. എങ്കിൽ മാത്രമേ നമുക്കൊരു യഥാർത്ഥമായിരിക്കുന്ന ആത്മീയം നയിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മൾ ചിന്തിക്കണേ, ഈ ഉയരത്തിലെ ജ്ഞാനം, ആ ജ്ഞാനം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ നേടുന്നതനുസരിച്ചാണ് നമ്മുടെ ആത്മീയത്തിൻ്റെ വളർച്ച. അപ്പോൾ ഇന്ന് നമ്മുടെ വളർച്ച എപ്രകാരമുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മളെ കാണുന്നവർക്ക്, നമ്മളുമായി ഇടപെടുന്നവർക്ക് ക്രിസ്തുവിനെ ലഭിക്കാനിടയാകുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം. നമ്മൾ കർത്താവിൻ്റെ വരവേണ്ടി ഏറ്റവും അടുത്തിരിക്കുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് കർത്താവിനെ പോലെ നമ്മൾ താഴ്മയും സൗമ്യതയുമുള്ളവരായി, ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായി, ക്രിസ്തുവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ ഈ വചനങ്ങൾ കേട്ട എല്ലാവർക്കും കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കർത്താവിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.